ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് മൗനരാഗം സീരിയലിന്റെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ ശാരി ആണെങ്കിൽ സരയുനെ വിളിച്ച് സംസാരിക്കുകയാണ്. അയലത്തെ വീട്ടിൽ അവളുടെ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നമ്മേ, അതൊന്നും കാണാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്താ TV ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ കല്യാണിയെ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. അല്ല, അമ്മ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താ എന്ന് സരയു ചോദിക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ശാരി പറയുന്നുണ്ട്, മോളെ, അച്ഛൻ്റെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ രീതിയിലൊക്കെ തന്നെയാണ് രൂപ ഇവിടെ പെരുമാറുന്നത് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് മിക്കവാറും നിന്റെ അച്ഛനെതിരെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ശാരി തൻ്റെ ആ ഒരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ സരയുവാണെങ്കിലോ, അമ്മേ, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത്. നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിയിട്ട് രൂപാൻറ്റി കളിക്കുന്നതാണ് എങ്കിൽ ഉറപ്പായിട്ടും രൂപാൻറ്റി എന്ന് പറയുന്ന സാധനത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ സ്നേഹം നടിച്ച് നമ്മുടെ വശത്താക്കണം. അതുമാത്രമല്ല, അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഭ്രാന്തുള്ളത് കൊണ്ട് തന്നെ ഒരാളെ കൊന്നാലും അതിൽ വലിയ ശിക്ഷയൊന്നും കിട്ടാനില്ല. പിന്നെ വീട്ടിൽ നിൽക്കുന്നതിലും ഭേദം അച്ഛൻ ജയിലിലോ ഭ്രാന്താശുപത്രിയിലോ ഒക്കെ കിടക്കുന്നത് തന്നെയല്ലേ. അച്ഛനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. അപ്പം അതുകൊണ്ട് അമ്മ കാര്യങ്ങളൊക്കെ തന്ത്രപൂർവ്വം മനസ്സിലാക്കിയിട്ട് എന്നെ വിളിക്കണമെന്നും പറഞ്ഞ് സരയു ഫോൺ വെച്ചു. മകള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പാടെ കേട്ടുകൊണ്ട് നമ്മുടെ ശാരിയാണെങ്കിൽ സ്പൈ വർക്കിന് ഇറങ്ങുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ മനോഹർ അങ്ങോട്ട് വന്നിട്ട് മനോഹർ ചോദിക്കുന്നുണ്ട്, എന്താ നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരുന്നത്? മോളു, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ മനു ചോദിക്കുമ്പോഴത്തേക്കിനും, അതെ, ഒന്നും പറയണ്ട, അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് രൂപാൻറ്റി സേനനങ്കിളിനെ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണല്ലോ നമ്മളൊക്കെ വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷെ കാര്യങ്ങളൊന്നും അതുപോലെയൊന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് എങ്കിൽ രൂപാൻറ്റി അച്ഛനെ പറ്റിക്കുന്നത് തന്നെയാണ്. എന്തായാലും അവിടെ ആഘോഷിക്കാനായിട്ട് കിരണും കല്യാണിയും അതുപോലെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ദേ, സേനനങ്കിളാണെങ്കിൽ വലിയ പാർട്ടി വരെ ഒരുക്കാൻ പോവുകയാണ്. നിങ്ങൾ അറിഞ്ഞോ മനുവേട്ടാ, അയലത്തെ വീട്ടിലെ കല്യാണിക്ക് വലിയ പുരസ്കാരം ലഭിച്ചു. അതും അന്തർദേശീയ പുരസ്കാരം. കല്യാണിക്കോ? അതിനിപ്പോൾ നീ എന്തിനാ സരയു ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ച് മനോഹറാണെങ്കിൽ സരയുവിനെ ശാന്തയാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സരയുവിൻ്റെ കലി അത് നല്ല രീതിയിൽ നമ്മുടെ മനോഹറിനറിയാം. അപ്പം മനോഹറിൻ്റെ അടുത്ത് സരയു പറയാണ്, അമ്മയെ വെറുതെ ഒന്നും അല്ല ഞാനങ്ങ് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അമ്മ അവിടെ പോയി ഓരോ ആൾക്കാർ സംസാരിക്കുന്നതും അവർ കല്യാണിയും അതുപോലെ കിരണും ഒക്കെ ആ വീട്ടിൽ വന്ന എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നതും എന്നും ഒക്കെ വീക്ഷിച്ചിട്ട് എന്നെ വിളിച്ച് പറയാൻ പറഞ്ഞു. എന്നെ നമ്മുടെ സരയു ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് മനോഹറാണെങ്കിലോ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുവേട്ടാ, അന്തർദേശീയ പുരസ്കാരം അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടാൽ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അവളെ എങ്ങനെയെങ്കിലും തീർക്കണം. അവൾ ആ കിരണിന്റെ ജീവിതത്തിൽ വന്നതോടുകൂടിയാണ് പല നഷ്ടങ്ങളും നമുക്ക് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും, അമ്മ, ഞാൻ പറഞ്ഞതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ രൂപാൻറ്റി നമ്മളെ ചതിച്ചതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ എൻ്റെ അച്ഛനെ ഉപയോഗിച്ച് രൂപ എന്ന് പറയുന്ന ആ സാധനത്തിനെ ഇല്ലാതാക്കുമെന്ന് തന്നെ നമ്മുടെ മനുവിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ സരയൂ. അതും ഭർത്താവ് ഭയങ്കര വിശ്വസ്തനാണ്, മറ്റാരോടും ഒന്നും പറയില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സരയൂ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പം മോളുടെ മനസ്സിലിരിപ്പ് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ മനു ഇങ്ങനെ ആലോചിക്കുകയാണ്. ഉടനെ തന്നെ, മോളു, നീ എന്തായാലും ഇപ്പം എനിക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. നിന്റെ അമ്മ പോയതിന് ശേഷം നല്ല ഫുഡൊന്നും ഇപ്പോൾ കഴിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം, അതിനെന്താ മനുവേട്ടാ, മനുവേട്ടൻ്റെ ഇഷ്ടത്തിനുള്ള ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വരുത്താമല്ലോ. എന്നാലും നീ അടുക്കള കയറി ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് മനു ചെറിയ രീതിയിൽ നമ്മുടെ സരയുവിനെ കളിയാക്കുമ്പോഴത്തേക്കിനും, അതൊക്കെ എനിക്ക് മനസ്സിലായി, എനിക്ക് പാചകം വലിയ വശമില്ലെന്ന് മനുവേട്ടന് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സരയുവാണെങ്കിൽ അവന് ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി ഓർഡർ ചെയ്തോ കൊടുക്കാമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോവുകയാണ്. അപ്പം ഈ സമയം തന്നെ നമ്മുടെ മനു പണി തുടങ്ങുകയാണ്. കിരണിനെ വിളിക്കുക. അപ്പൊ കിരണിനെ വിളിച്ചിട്ട് കിരണിനോട് പറയുന്നുണ്ട്, അതെ കിരൺ സാറേ, നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ആൻറ്റി എന്ന് പറയുന്ന, അതായത് എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ പാഷാണത്തി കൃമി അതവിടെ വന്നിട്ടുണ്ടല്ലോ. അത് വന്നിരിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ദേ, ഇവിടുന്ന് സരയു പറഞ്ഞു വിട്ടതനുസരിച്ചാണ് എങ്ങനെയാണ് രൂപാൻറ്റിയും അതുപോലെ സേനനങ്ങളും തമ്മിലുള്ള ബന്ധവും നിങ്ങളും ഒക്കെ തമ്മിലുള്ള ബന്ധവും എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ആൻറ്റിയെ തീർക്കാനുള്ള കാര്യങ്ങൾ ഇവൾക്ക് പദ്ധതി ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട്
ഞാനൊരു കാര്യം പറയാം, ആ ശാരി എന്ന് പറയുന്ന പാഷാണത്തി കൃമിയുടെ മേലെ നല്ലൊരു ശ്രദ്ധ തന്നെ വേണം. അവരവിടെ നിൽക്കുന്നത് ഇവിടെ ഉണ്ടാകുന്ന ന്യൂസുകളൊക്കെ പിടിച്ച് രാഹുലിൻ്റെയും സരയുടെയും അടുത്ത് എത്തിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് നമ്മുടെ കിരണിനെ വിളിച്ച് മനു പറയുമ്പോഴത്തേക്കിനും കിരൺ പറയുന്നുണ്ട്, ആൻറ്റിയെ ഞങ്ങൾ ഇവിടെ നിന്നും ആട്ടി ഓടിക്കുന്ന ഒരു പരുവം വരെ വന്നിട്ടും ആൻറ്റി ആണെങ്കിൽ പോവാനേ കൂട്ടാക്കുന്നില്ല. ആ സമയം തന്നെ ഞങ്ങൾ വിചാരിച്ചതാണ് സരയു പറഞ്ഞയച്ചിട്ട് തന്നെയാണ് ആൻറ്റി ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന്. എന്തായാലും യാമിനി ചേച്ചി നല്ല രീതിയിൽ തന്നെ ആൻറ്റി എടുത്ത് പെരുമാറുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് പിന്നെ എൻ്റെ അച്ഛനും ഞാനും ഒക്കെ അങ്ങ് ചെല്ലുന്ന സമയത്ത് അത്യാവശ്യത്തിന് തരം താഴ്ത്തി തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും മനു, നീ പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞേക്കാം, പ്രത്യേകം ശ്രദ്ധ വേണമെന്നുള്ള കാര്യം. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ രൂപയെ വിളിക്കുകയാണ്. രൂപയെ വിളിച്ച് സംസാരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ രൂപ അങ്ങോട്ട് പറയുന്നുണ്ട്, മോനെ അമ്മയ്ക്കും തോന്നിയായിരുന്നു ഇവൾ എന്തൊക്കെയോ ഉദ്ദേശം വെച്ച് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന്. എന്തായാലും പല സത്യങ്ങളും നമ്മൾ മറച്ചു പിടിക്കുന്നത് കൊണ്ടാണ് ശാരി ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് എന്ന് ശാരി മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യം നമ്മുടെ രൂപ ഇങ്ങനെ കിരണിനോട് സംസാരിക്കുന്നത് അത് നമ്മുടെ ശാരി ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എന്ത് സത്യമാണാവോ ഞാൻ അറിയാത്തത്, അതും എൻ്റെ ജീവിതത്തിൽ ഇവരെന്തൊക്കെ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ചെവി ഓർത്ത് പിടിച്ച് നമ്മുടെ ശാരി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയം, മോനെ എൻ്റെ ആങ്ങള ആ ദുഷ്ടൻ എത്രമാത്രം നല്ല പുള്ള ചമഞ്ഞ എൻ്റെ അടുത്ത് നിന്നേന്ന് നിനക്കറിയാവോ? അവൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന് മോൻ അറിയാവോ? താര എന്ന് പറയുന്ന ആ പെണ്ണും അതുപോലെ മോൻ്റെ അച്ഛനും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാം വരുത്തി തീർത്തത് ഈ ബഗാസുരനാണ്. ശരിക്കും യഥാർത്ഥ പ്രതി ആരാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന സരയും ശാരിയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാകും എന്നുള്ള രീതിയിൽ നമ്മുടെ രൂപ ഒന്നങ്ങ് സംസാരിച്ചു. ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ശാരിയാണെങ്കിൽ അപ്പുറേ നിന്ന് ടെൻഷൻ അടിക്കുക. ഈ മനുഷ്യൻ എന്തൊക്കെയാണാവോ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നത്? ഇവളുടെ സംസാരത്തിൽ നിന്നും അങ്ങേര് പ്രശ്നക്കാരനാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ രാഹുൽ പറഞ്ഞതനുസരിച്ചല്ല രൂപ ഇവിടെ പെരുമാറുന്നതെന്നും സേനനെ ആത്മാർത്ഥമായിട്ട് രൂപ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശാരിക്ക് പിടികിട്ടി. അങ്ങനെ ശാരിയാണെങ്കിൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വീട്ടിൽ നിന്നും രാഹുലിൻ്റെ അടുത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പം ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മുടെ ശാരി ബാഗും സാധനങ്ങളും ഒക്കെ പെറുക്കി പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോകുന്ന സമയം രൂപ വന്നിട്ട് പറയുന്നുണ്ട്, അല്ല ചേച്ചി ഇവിടെ അധിക ദിവസം താമസിക്കും, ഇനി രാഹുലേട്ടൻ്റെ മാനസിക നിലയൊക്കെ ശരിയായതിനു ശേഷമേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് പെട്ടിയും കിടക്കിയൊക്കെ എടുത്ത് പോകുന്നതെന്ന് രൂപ ചോദിക്കുകയാണ്. രൂപയുടെ ഈ ചോദ്യം കേട്ടതും നമ്മുടെ ശാരിയാണെങ്കിൽ രൂപയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി, എൻ്റെ ഭർത്താവിനെ ചതിച്ചിട്ടാണ് നീ ഇത്രയും വലിയ വർത്താനമൊക്കെ പറയുന്നത്. എന്തായാലും താൻ വന്ന കാര്യം നടന്നു, പക്ഷെ അതിൻ്റെ കൂടെ തനിക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ട് എന്നുള്ള രീതിയിൽ ശാരി അവിടെ നിന്ന് അങ്ങ് പോവുക. അപ്പം പെട്ടെന്ന് ഇത് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ രൂപ ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കുകയാണ്. അങ്ങനെ ശാരി അവിടെ നിന്ന് ഇറങ്ങിയ ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരയുനെയാണ്. അപ്പൊ സരയു ഇതാ ശാരിയെ വിളിച്ചു, മോളെ അമ്മ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്നും ചെകഞ്ഞെടുത്തിട്ടുണ്ട്. എന്തായാലും രൂപയും സേനനും ഒക്കെ തമ്മിൽ കളിക്കുന്ന നാടകം അത് നിന്റെ അച്ഛനെ വെറും പൊട്ടനാക്കാനുള്ള നാടകമാണെന്നും നമ്മളെല്ലാവരും അവള് ചതിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സരയുന്റെ അടുത്ത് ശാരി പറയുമ്പോഴത്തേക്കിനും അങ്ങനെയാണെങ്കിൽ അമ്മേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അച്ഛനെ ഇതിൽ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ എരികേറ്റാം. അച്ഛൻ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ രൂപാന്റിക്ക് വലിയ ആയുസ്സൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ സരയു സംസാരിക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നാളത്തെ നമ്മുടെ ആ വീട്ടിൽ നിന്നും വഴക്കിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ശാരിയോട് സത്യങ്ങളെല്ലാം പറയാൻ നമ്മുടെ കിരൺ പിന്നാലെ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും അടുത്ത ദിവസമൊക്കെ ആയിരിക്കും. സത്യങ്ങളെല്ലാം നമ്മുടെ ശാരി അറിഞ്ഞിരിക്കും. ഈ ബഗാസുരൻ്റെയും അതുപോലെ താരയുടെയും മാനസപുത്രിയാണ് നമ്മുടെ സരയു എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം നമ്മൾ പ്രമോ വിശേഷത്തിൽ പറഞ്ഞതാണ്. അത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും ശാരി തന്നെ നമ്മുടെ രാഹുലിനെ തട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിനായിട്ട് എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക. അപ്പം എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്